മലപ്പുറത്ത് നിന്നും കാസർകോട്ടേക്കുള്ള സോളാർ യാത്രയിൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വടകര സാൻഡ് ബാഗ് ആണ്. ഒരുപാട് ചരിത്രങ്ങൾ അയവിറക്കുന്ന സാൻഡ് ബാഗിന്റെ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോവാം. വടകര ടൗണിനോട് ചേർന്ന് മംഗലപ്പുഴ കടലിലേക്ക് ഒഴുകുന്നതിനിടയിൽ കാലക്രമേണ രൂപപ്പെട്ടു വരുന്ന കരിമണലുകൾക്കാണ് സാൻഡ് ബാങ്ക് എന്ന് പറയപ്പെടുന്നത്. ഇത് ആകെയുള്ള ഒരു മണൽശാലയല്ല, മംഗലപ്പുഴയുടെ ഒഴുക്കിലും കടലിന്റെ പ്രതീക്ഷകളിലും പിറന്ന ഒരു പ്രകൃതിദത്ത ചാരിത്രമാണ്. നദിയും കടലും തമ്മിൽ ഈ മണൽപ്പാളി ഒരു പാലമായിരുന്നു, കുറെ കപ്പലുകളുടെ വിശ്രമ കേന്ദ്രം. ഒരു കാലത്ത് വടകരയിലെ ചെറുകപ്പലുകൾ ഇവിടെ ആങ്കർ ചെയ്തിരുന്നു. മണൽപ്പാളിക്ക് പിന്നാലെ ചുരുളുന്ന കടൽ തിരകൾ, കൈക്കൊണ്ടുള്ള കപ്പൽ നിർമ്മാണം, തീരത്തെ കപ്പൽ പണിക്കാർ, ഇത് നമ്മുടെ പഴയ വാണിജ്യകാലത്തിന്റെ നിശബ്ദ സാക്ഷിയായിരുന്നു. പക്ഷേ ഇന്ന് മണൽ ശേഖരണം, തീരക്ഷോഭം, നദിയുടെ വഴിമാറ്റങ്ങൾ എല്ലാം ചേർന്ന് സാൻഡ് ബാങ്കിന്റെ ഹൃദയം തന്നെ കടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇത് വെറും ഒരു പ്രകൃതി ദുരന്തമല്ല, നമ്മുടെ ഓർമ്മകളുടെ മറവി കൂടിയാണ്. ഒരു നദിയും ഒരു കടലും തമ്മിൽ പ്രകൃതിയും സമയവും ചേർത്ത് നിർമ്മിച്ച ഒരു മണൽപ്പാലം. മംഗലപ്പുഴയുടെ മുലപ്പാൽ പോലെ ഒഴുകി വന്ന മണൽ കടലിന്റെ നെഞ്ചത്ത് ചാരുതയായി അടിഞ്ഞു. അത് വെറും ഒരു ഭൗമഘടനയല്ല, ഇത് വടകരയുടെ നാവിക ചരിത്രത്തിന് ഒരു അടയാളമായിരുന്നു. ഇന്ന് ആ മണൽപ്പാളിയിൽ പാടില്ലാതായ കപ്പലുകളുടെ ഓർമ്മകൾ മാത്രം ശേഷിക്കുന്നു. കടലിനും കയാലിനും ഇടയിലുള്ള ബന്ധം ഇന്ന് മനുഷ്യന്റെ ഇടപെടലുകളിൽ പിഴുതുപോകുകയാണ്. കാലം മണൽ പോലെ തീരുമ്പോൾ നാം അതിൽ നിന്ന് ഒരു കണികയെങ്കിലും പിടിച്ചു വെക്കണം. അതാണ് നമ്മുടെ ചരിത്ര സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദൗത്യം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സോളാർ കാഴ്ച കൂടി കണ്ടാലോ? സോളാർ യാത്രയിൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് മാഹിയിലുള്ള നിഖിൽ സാറിൻ്റെ വീട്ടിലെ സോളാർ പ്ലാന്റ് ആണ്. ഇവിടെ നമ്മളൊരു 3 കിലോവാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഡെയിലി 10 മുതൽ 15 യൂണിറ്റ് വരെ കറണ്ട് പ്രൊഡക്ഷൻ ചെയ്ത് KSEBക്ക് കൈമാറും. ഒരു ചെറിയ ഫാമിലിയാണ്, ഇവർക്കത് ധാരാളമായിട്ട് ഉപയോഗിക്കാനുണ്ടാവും. ഒരു വർഷത്തിന് മുമ്പാണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ചത്.